അത് വേറെ ആളല്ലേ. അപ്പോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കയുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമ എന്ന് പറയുന്നത് ഇത്തരമൊരു സിനിമയല്ല. നിങ്ങൾ കണ്ട പോലെ ഉണ്ടാന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ആ സിനിമയ്ക്ക് അത് അത്രയും മതി. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്, അത്തരം പെർഫോമൻസിനെയും ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ശരിയല്ല. അതുകൊണ്ടാണ് നസ്ലന്റെ സിനിമകളുടെ മാസിവ് സക്സസ് കാരണം ആരാധകർക്കിടയിൽ നസ്ലൻ ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട്. അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവനടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ എങ്ങനെയാണ്? ആരോപണങ്ങളാണോ? അല്ല, അപ്രിസിയേഷൻസിന് അല്ല, ഒരിക്കലും ഞാൻ അടുത്തൊരു ദിലീപേട്ടനായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല എന്നുള്ള സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട്. പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ, ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ആവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ, ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. വീഡിയോ ഒക്കെ അല്ലാതെ അവിടുത്തെ ഓഡിയൻസ്, തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാ, ഞാനായിട്ട് പറഞ്ഞതല്ല. എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലയ്യാന്ന് വിളിക്കാൻ പറ്റൊന്നുമില്ലല്ലോ. അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയ്യയുടെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറഞ്ഞു. സത്യമായിരുന്നു. ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത്. അവർക്കൊരു 2 സ്കെഡ്യൂള് ഈ ഞങ്ങളുടെ സിനിമയുടെ ഇടയിൽ വേണമായിരുന്നു. അപ്പോൾ വലിയൊരു സിനിമയാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് നടക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയുടെ റൈറ്ററാണ്. ഇപ്പൊ ഇവിടെ തന്നെ, അതെ, അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്ന എല്ലാവരും ഒരു ഭയങ്കര പിള്ളേർ വൈബാണ്. അപ്പോൾ ചേട്ടൻ ഈ പടത്തിന്റെ ഒരു റൈറ്റിംഗ് നിർവഹിക്കുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയോ? ആ പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രോസസ്? അല്ല അങ്ങനെയല്ല, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അവരിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ, ക്യാരക്ടേഴ്സിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ, അവരുടെ സംഭാഷണങ്ങളിലേക്കൊക്കെ? പിന്നെ അങ്ങനെ ഇവരെല്ലാവരും സെറ്റായിരുന്നു. പിന്നെ അവരാണ് ഏറ്റവും കൂടുതൽ എന്നെ കളിയായിക്കൊണ്ടിരുന്നത്. പിള്ളേർ ആണ്, അവരൊന്നും വേണമെങ്കിൽ ഞാൻ ചൂടായി ആ തന്തവിഭാഗം പറയും. ആർക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവരിലേക്ക് അടുക്കലേക്ക് റഹ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതിയായിരുന്നു. പലപ്പോഴും ഞാൻ ഓരോ ആർട്ടിസ്റ്റിലേക്ക് കൊണ്ടുപോയി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഒന്നുമില്ലായിരുന്നു. റഹ്മാനിലേക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുക, റഹ്മാനൊക്കെ മനസ്സിലായിട്ടുണ്ട്, റഹ്മാനായിരിക്കും എല്ലാവരും അത് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നീട് അവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിലൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അല്ലാതെ ഞാൻ പോയി വെറുമായിട്ട് നിന്നിട്ട് സ്ലാങ് കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതുകൂടെ എളുപ്പമായിരുന്നു പരിപാടി. ഭയങ്കര ഡയലോഗ് എഴുത്തിനൊരു ഭാഗം അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ സീനുകളെല്ലാം റഹ്മാൻ തലേദിവസം രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നാളെ ഷൂട്ട് ചെയ്യാൻ പോണ സീൻ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് തരിക. അപ്പൊ അത് പക്ഷെ അതൊരു രസമായിരുന്നു. ഒരു 95 ദിവസം അത്രയും ഒരു ചർച്ചയും ഡിസ്കഷനൊക്കെ ഫുൾ ടീമായിട്ടൊക്കെ. ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും ദിവസവും ഷൂട്ട് കഴിഞ്ഞെത്തുന്നത് ഒരു 3 മണിക്കാണെങ്കിൽ 4 മണിയാകുമ്പോൾ എല്ലാവരും വന്നിരുന്നു 1 മണിക്കൂർ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഡിസ്കഷനും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ ബാക്കിയിരിക്കുന്ന യങ്സ്റ്റേഴ്സില്ലേ, ആക്ടേഴ്സ്, അവരോടൊന്ന് ചോദിക്കട്ടെ. ഇപ്പം ഈ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, ഇതിൻ്റെ നിർമ്മാതാവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീലിങ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിയോടെയാണോ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇപ്പം നസ്ലൻ തന്നെ ഒരു അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഭവ്യതയൊക്കെ ഇടയ്ക്ക് കാണിച്ചിരിക്കുന്ന പോലെ ഇരുന്നായിരുന്നു വന്ന സമയത്ത്. ഇപ്പില്ല. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഡീലിങ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഗൗരവക്കാരനാണോ ഖാലിദ് റഹ്മാൻ? ഇല്ല, ഞാൻ ആദ്യമേ അധികം എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഞാൻ ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി വന്നൊരു സിനിമയാണ് റഹ്മാനിക്കയുടെ സിനിമ. അപ്പം ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന റഹ്മാനിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്.
കാഴ്ച തന്നെ അത്ര പോണ്ടി വരുന്നില്ല. നമ്മൾ ആദ്യം ബോക്സിങ്ങിൻ്റെ ട്രെയിനിങ് തന്നെ റഹ്മാനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മളെല്ലാവരും ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും ഇടപെടിക്കൊണ്ടിരുന്നത്. അപ്പം ഡയറക്ടർ സീറ്റിൽ അറിഞ്ഞു കഴിഞ്ഞാൽ റഹ്മാനൊക്കെ എന്തായാലും ഒരു ബ്രദറിനെ പോലെയാണ്. നമുക്ക് അത്രയും പാടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 3 പേര് നായകന്മാർ അവർക്കൊന്നും വായി കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴ ജിംഖാന നൽകിയ എക്സ്പീരിയൻസ്? ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയിലൂടെ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിയെന്നൊന്ന് പറയാമോ? ഈ സിനിമയിലേക്ക് എത്തിയത് ഓഡിഷൻ വഴി തന്നെയാണ്. ഒരു 3 റൗണ്ട് എനിക്കുണ്ടായിരുന്നു, നന്ദിക്ക് ഒരു 2 റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയില്ല. പക്ഷെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വരെ എത്തിയത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളോട് സീൻ അന്നാണ് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ചെറിയൊരു മലയാളം പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഇറ്റ് ഓൾ വെന്റ് സ്മൂത്ത്ലി. സോ വി ആർ ഹിയർ. ഞാനും ഓഡീഷൻ വഴിയാണ് വന്നത്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇവിടെ നല്ലൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഫസ്റ്റ് മൂവിയിൽ വർക്ക് ചെയ്യാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു ലക്കാണ്. അതുകൊണ്ട് ലക്കി ആൻഡ് കുറേ പഠിക്കാൻ പറ്റി. എനിക്ക് ആദ്യം എന്നൊരു അസോസിയേറ്റാണ് കോൾ ചെയ്യുന്നത്. ആരാ സജസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. പേര് പറഞ്ഞ കാതിൽ കണ്ടിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. ഇതിലൊരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ബോക്സറിന് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്നില്ല. അത് തന്നെ അത് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റ് ചെയ്ത് ഒരു സ്ക്രീൻ ടെസ്റ്റ് കൂടി കഴിഞ്ഞാൽ കൺഫേം ചെയ്യുന്നു. യെസ്, ഗെയിം പാട്ട്. പിന്നെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി. സംവിധായകൻ കുറേ നാളുകൾക്ക് ശേഷം സംവിധായകൻ്റെ പേരിലാണ് ഇപ്പോൾ സിനിമ അറിയപ്പെടുന്നത്. അതിനൊരു ബ്രേക്ക് ഉണ്ടാക്കിയത് ലിജോ ജോസ് പെല്ലിശ്ശേരി ആയിരുന്നു. അപ്പം കാർത്തിക് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്, മറ്റുള്ള ആൾക്കാരെ പ്രിയപ്പെടുത്താനല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. അതെന്തായിരുന്നു അങ്ങനെ ഒരു പ്രസ്താവന കാണിക്കുന്നത്? അങ്ങനെ ആയതുകൊണ്ടാണ് അത് ഞാനങ്ങനെ ഒരു ജാടയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് പറഞ്ഞതല്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്ത് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് നന്നായിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിങ് ചെയ്യും. അത് തന്നെയുള്ളൂ അതിൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളത്. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുവിധം എല്ലാവരെയും തന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അത് ഷോൺ, അടുത്തിരിക്കുന്നത് മിസ്റ്റർ സമീർ. അദ്ദേഹം ഈ സിനിമയിൽ എൻ്റെ കോ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ ഹെൽപ്പാണ് ഈ സിനിമയുടെ ഇതിലുള്ള. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുടെ കൂടെയുള്ള സുബീഷ് ഉണ്ട്, ജോബിനുണ്ട്. അവരൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കയറിയിട്ടില്ലാന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം സന്ദീപ്. ഇത് ശ്രീനിയാണ് ഈ സിനിമയുടെ തിരക്കഥ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ ഈ സിനിമയിൽ ആദ്യം ജോയിൻ ചെയ്ത ഒരു ടെക്നിക്കൽ റൈറ്റർ ഡിപ്പാർട്ട്മെന്റിലുള്ളൊരു കക്ഷിയാണ്. ഇത് പിന്നെ അറിയാം, ഇവരൊക്കെ ആക്ടേഴ്സാണ്. പുറകിൽ ഇരിക്കുന്നവരെ നിങ്ങൾക്കറിയാം. ജോഫിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോഫിലിന്റെ ടീമിന്റെ ഹെൽപ്പുമാണ് ഈ സിനിമ ഇവിടെ ഇത്രയും എത്തി നിൽക്കാനും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു സക്സസ് കിട്ടാനും കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞങ്ങളുടെ ഇൻവിറ്റേഷനിൽ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു ചോദ്യമുണ്ട്. അപ്പം ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ ചോദിക്കുകയാണ്. അപ്പം സിനിമകളിൽ അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകൃത്തൻ്റെ സംവിധായകനുമാണ് തീരുമാനിക്കുന്നത്. ഇത് എൻ്റെ സിനിമ എങ്ങനെ വേണം, എൻ്റെ ഔട്ട് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ റൈറ്ററും ഡയറക്ടറുമാണ്. പക്ഷെ അതിൽ കത്രിക വീഴുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്വാതന്ത്ര്യം നശിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്നൊരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന ലെവലിൽ ചോദിക്കുക, ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ അതിൽ കത്രിക വെക്കുന്ന പരിപാടി മോശമാണ്? സെൻസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനൊരു നല്ല കാര്യം ഉണ്ടാവും, ചീത്തവശങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. ഞാൻ ക്രിയേറ്റീവായിട്ട് സിനിമകൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പേഴ്സണലി അതിനോട് സെൻസർഷിപ്പിനോട് നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ, ആസ് എ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എനിക്ക്
അതിനോട് ബുദ്ധിമുട്ടുണ്ട്, എതിർപ്പുണ്ട്. പക്ഷെ ഒരു ഇന്ത്യൻ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഞാനത് ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും സെൻസർഷിപ്പ് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നല്ല രീതിയിൽ, അത് മോശമാവാനോ ഒരാളുടെ ജോലി ഉപദ്രവിക്കാനോ ഉള്ള രീതിയിലല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ബിഗ് മീഡിയ ആണ്, ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നെഗറ്റീവായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് പ്രൊപ്പഗണ്ട സിനിമകൾ കാണുന്നുള്ള ആളുകളാണ്. സോ അതുകൊണ്ട് തന്നെ സെൻസർഷിപ്പിന് അതിൻ്റെതായ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അതിനോട് സെൻസർഷിപ്പിനോട് ഭയങ്കര എതിർപ്പാണ്. ഞാൻ ചെയ്യുന്ന സിനിമയോട് കത്തി വെക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് കൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗവൺമെന്റിന്റെ നിയമപരിധിക്കുള്ളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ എതിർ ദിശയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. സോ ഒരുപാട് ഡിസ്കഷൻസ് നടന്നതേ ഉള്ളൂ, അതിലൊന്നും ഇതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞാനും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ് എന്തായിരിക്കും അടുത്ത സിനിമ എന്നുള്ളത്. ഇനിയെങ്കിലും വേറൊരു സിനിമ ചെയ്യണം, നല്ലൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം. സോ താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല, ഇതിനേക്കാൾ നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരാഗ്രഹം.